ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ഉച്ചയൂണ് തയ്യാറാക്കിയാലോ. ഇതിനായി ഞാനിവിടെ ഒരു ചേമ്പ് കറിയാണ് തയ്യാറാക്കുന്നത്. ചേമ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചെറിയുള്ളിയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം. ചേമ്പ് അവിടെ വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങയും അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ചേമ്പ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കുതിർക്കാനായി ഇട്ടിരുന്ന 2 കഷ്ണം കുടപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ നമുക്ക് അരപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതും കൂടി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് കറി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ നമുക്കത് കാച്ചിയെടുക്കാനായിട്ടുള്ള ഉള്ളി വെളിച്ചെണ്ണയിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് അത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് ചേർത്ത നല്ല കുറുകിയ ചേമ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന കോവയ്ക്ക തോരനാണ്. ഓയിൽ ചൂടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായി അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ചേർത്ത് കൊടുത്ത് മൂടിയിട്ട് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഉപ്പിടാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് കോവയ്ക്ക് വെന്ത് കിട്ടും. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരകിയത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂടുള്ള കുത്തിരി ചോറിൻ്റെ കൂടെ നമുക്ക് ചേമ്പ് കറിയും കോവയ്ക്ക തോരനും അതുപോലെ തന്നെ തലേ ദിവസത്തെ കുറച്ച് ബീഫ് ഫ്രൈയും കൂടി ചേർത്ത് നമുക്ക് കഴിച്ചാലോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ ലഞ്ചിൻ്റെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.